ഈ സ്വർണ്ണക്കപ്പ് ഞങ്ങളങ്ങ് എടുക്കുക എന്ന് കണ്ണൂരുകാർ പറഞ്ഞവർ അത് എടുത്തിരിക്കുകയാണെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ആ വേദിയിലേക്ക് പോകാം. വേദിയിൽ വിപിൻ സി വിജയനുണ്ട്. വിപിനെ, അങ്ങനെ ആ കലാപൂരത്തിന് പരിസമാപ്തിയാകാൻ ഇനി മണിക്കൂറുകൾ എന്ന് തന്നെ പറയാനില്ല. മോഹൻലാൽ എത്തും പ്രധാനാതിഥിയായി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ രാഷ്ട്രീയവും കലയും സാഹിത്യവും ഒക്കെ ഒന്നിക്കുന്ന ആ വേദിക്കരികിൽ നിന്നാണ് വിപിൻ വിശദാംശങ്ങളുമായി ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിപിൻ, പറയൂ. അതെ ക്രിസ്റ്റീന, കഴിഞ്ഞ ഒരു 5 ദിവസങ്ങൾ അത് കൗമാര കലയുടെ ഒരു വിസ്മയ കലവറ എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയായിരുന്നു. അതിന്റെ ഒരു സമാപനം, ആ ഒരു പ്രൗഢി ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും കാണാനുണ്ട്. ഇതിപ്പോ 1ാമത്തെ വേദിയാണ്. ഈ 1ാമത്തെ വേദിയിൽ നോക്കൂ, 4 മണിക്കാണ് ഇതിന്റെ സമാപന സമ്മേളനം പറഞ്ഞിരിക്കുന്നത്. 2:45 ഉള്ളൂ. എല്ലാ സീറ്റുകളും ഇവിടെ പൂർണ്ണമായും അത് മുഴുവനായും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ കസേരയില്ലാതെ അതിന് പുറത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞ ഒരു ജനപങ്കാളിത്തത്തോടു കൂടി ഒരു കലോത്സവത്തിന്റെ സമാപനം എന്നുള്ളത് അത് കേരളത്തിന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. കലയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ജനതയായി നമ്മളിതാ മാറുന്നു എന്നുള്ളത് ഓരോ തവണയും നമ്മളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ അതിനെ അടിവരയിടുകയാണ്. ക്രിസ്റ്റീന, ഈ നിൽക്കുന്ന അത്രയേറെ ജനങ്ങൾ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും അവർ ഓരോ വേദികളിലായി ഉണ്ടായിരുന്നു. 25 വേദികളിലായി നടന്ന മത്സരങ്ങളാണ്. അതിൽ ഓരോ മത്സരങ്ങളിലും ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കൊണ്ട് തന്നെ അത് വിസ്മയിപ്പിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ മറ്റ് പരാതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നും മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ജെൻസി കുട്ടികൾ, അവർ എന്ത് മനോഹരമായിട്ടാണ് ഓരോ വിഷയത്തിലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അതിന്റെ ഒരു സമാപനത്തിലേക്ക് എത്തുമ്പോൾ അതിലാരായിരിക്കും വിജയി എന്നുള്ളതിലും ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കണ്ണൂർ അത് അവരുടെ കപ്പ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി വെറും നിമിഷങ്ങൾ മാത്രമുള്ളത്. നിങ്ങൾ എവിടുന്നാ? തൃശ്ശൂർക്കാര്. തൃശ്ശൂരിന് 2ാം സ്ഥാനമാണെന്നാ? 2ാം സ്ഥാനമാവോ? ഞങ്ങൾ കയറി വരും. തിരിച്ചു കൊടുക്കാൻ തീരെ താല്പര്യമില്ല. കൊടുക്കില്ല തന്നെയാണ്. സംസ്കാര നഗരിയിലേക്ക് കൊണ്ടുവന്നതാണ് ഇവിടെ നിന്ന്, തലസ്ഥാന നഗരിയിൽ നിന്ന്. ഇനിയിപ്പോ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. കിട്ടും തന്നെയാണ് ഇപ്പോഴും അവസാന നിമിഷത്തെ പ്രതീക്ഷ, അല്ലേ? അതെ അതെ അതെ. കിട്ടും. ഒരു 4-5 പോയിന്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. വേദി 3 പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. അതിലാണ് ഇനി അവസാനത്തെ പ്രതീക്ഷ, അല്ലേ? അത് സംഘകാലം ഉറുദുവാണെന്ന് തോന്നുന്നു. തോന്നുന്നു. ഒന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അതെ അതെ. അങ്ങനെ കപ്പ് കൊണ്ടുപോണ്ട. അങ്ങനെ പറയരുത്. കപ്പിന് തൃശ്ശൂരിൽ നിന്ന് പോകാൻ അനുവാദമില്ല. ഞങ്ങൾ കൊടുക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.